എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക്സ് ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിക് സയൻസിന് വരുന്ന 4 ചാപ്റ്റേഴ്സാണ്. ലൈറ്റ് റിഫ്ലെക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ വരെയാണ് നമുക്ക് എക്സാമിന് വരിക. ആ 4 ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് പേജ് വൈസ് അനാലിസിസ് തന്നെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ ചാപ്റ്റർ നല്ലവണ്ണം റിവിഷൻ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുമ്പും ഒരു ബേസിക് സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ്സിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. There are 3 classes of colorless liquids on a table. One of them is acid, one is base, and one is water. Can you identify them by touch or taste? Why? അപ്പോൾ 3 classes of liquids ഉണ്ട്. ഒന്നിൽ ആസിഡാണ്, ഒന്നിൽ ബേസാണ്, ഒന്നിൽ വെള്ളമാണ്. നമുക്ക് ടച്ച് ചെയ്യാതെയും ടേസ്റ്റ് ചെയ്യാതെയും ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഹൗ ടു ഐഡൻറ്റിഫൈ ദീസ് സേഫ്ലി? വാട്ട് കളർ ചേഞ്ച് വിൽ ഒക്കർ ഇഫ് വിനെഗർ ഈസ് ആഡഡ് ടു പതിമുഖം വാട്ടർ? വിനെഗർ പതിമുഖം വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും? അങ്ങനെ 3 ചോദ്യമാണുള്ളത്. എന്താണ്? നോ, ബിക്കോസ് ആസിഡ് ആൻഡ് ബേസസ് വിൽ കോസ് ബേണിങ്. നമുക്ക് ഐഡൻറ്റിഫൈ ദം ബൈ ടച്ച് ഓർ ടേസ്റ്റ്. നമുക്ക് ആസിഡിനെയും ബേസിനെയും ഒരിക്കലും ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ടോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് ഡേഞ്ചറസ് ആണ്. ബിക്കോസ് ആസിഡ് ആൻഡ് ബേസസ് വിൽ കോസ് ബേണിങ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് സേഫായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം? ആസിഡ് ആൻഡ് ബേസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഡിപ്പിംഗ് ബ്ലൂ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പേഴ്സ് ഇൻ ടു ലിക്വിഡ് ഇൻ ഓൾ 3 ഗ്ലാസ്സസ്. നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ഈ ലിക്വിഡിലേക്ക് ഇട്ട് നോക്കാം. വെൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ ആസിഡ് ഇറ്റ് ഒക്കേഴ്സ് ടേൺസ് റെഡ്. അപ്പം ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു ആസിഡിൽ ഇടുമ്പോൾ അത് റെഡ് ആകുന്നു. അപ്പം ബ്ലൂ ലിറ്റ്മസ് റെഡായാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഗ്ലാസ്സിൽ ആസിഡാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബേസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. നേരെ തിരിച്ചാണ് ബേസിൻ്റെ സ്വഭാവം. ബേസ് എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. വാട്ടർ ഡസ് നോട്ട് ഡിസ്കളർ ഐദർ. വെള്ളം എന്ന് പറയുന്നത് അതിനൊരു കളർ ചേഞ്ചും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ആസിഡ് എന്താ ചെയ്യാണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു, ബേസ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. വാട്ടറിൽ നോ കളർ ചേഞ്ച്. ഇനി വാട്ട് കളർ ചേഞ്ച് വിൽ ഒക്കർ ഇഫ് വിനെഗർ ഈസ് ആഡഡ് ടു പതിമുഖം വാട്ടർ? വിനെഗർ പതിമുഖം വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഏത് കളറാണ് കിട്ടുക? ഏത് കളറാണ്? യെല്ലോ കളറാണ് കിട്ടുക. ഇനി അടുത്ത നോക്കുക, അടുത്ത ആക്ടിവിറ്റി. ദ സിംബൽ ഓഫ് ആൻ ഇലക്ട്രിക് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ഗിവൺ ബിലോ. വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? നമ്മൾ ഒരുപാട് സിമ്പിൾസ് പഠിച്ചു, അല്ലെ? ഇലക്ട്രിക് ഇൻസ്ട്രുമെൻസിൻ്റെ സിമ്പിൾസ് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യം നമുക്ക് എന്തായാലും വരും. അപ്പോൾ ആ ഒരു പേജ് നിങ്ങൾ നല്ലവണ്ണം നോക്കി വെക്കുക. ഇതെന്താണ്? വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്? ഒന്നാമത്തെ ചോദ്യം. എക്സാമിൻ ദ ഗിവൺ ഇല്ലസ്ട്രേഷൻ. എയും ബിയും ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡ്രോ ദ ഡയഗ്രാം ഓഫ് ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് കണ്ടക്റ്റിംഗ് വയർ, സ്വിച്ച്, ബൾബ് ആൻഡ് സെൽ. മൂന്നാമത്തെ ചോദ്യം നിങ്ങളോട് ഒരു ഡയഗ്രാം വരയ്ക്കാനാണ്. ക്ലോസ്ഡ് സർക്യൂട്ട്, അതിൽ കണ്ടക്ടർ വയർ വേണം, സ്വിച്ച് വേണം, ബൾബ് വേണം, സെല്ല് വേണം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? നമ്മുടെ ഈ ഒരു ഈ സിമ്പിൾ എന്താണ്? ബസറാണ്. ബസറിൻ്റെ സിമ്പിളാണിത്. രണ്ടാമത്തെ ഇതെന്താണ്? ഇത് സെല്ലാണ്. പിന്നെ ഇത് ബാറ്ററിയാണ്. ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയുക. സെൽ എന്ന് പറയുന്നത് സിംഗിൾ യൂണിറ്റ് ആണ്. ബാറ്ററി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ യോജിച്ചുണ്ടാവുന്നതാണ് ബാറ്ററി. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എന്താണ്? സെല്ലും ബാറ്ററിയും ആണ്. പിന്നെ നമുക്ക് ഡ്രോ ദ ഡയഗ്രാം ഓഫ് ക്ലോസ്ഡ് സർക്യൂട്ട് യൂസ് കണ്ടക്റ്റിംഗ് വയർ. അപ്പോൾ കണ്ടക്ടർ വയറിനെ ഉപയോഗിച്ച് നമ്മളൊരു ക്ലോസ്ഡ് സർക്യൂട്ട് വരച്ചതാണിത്. ഇത് ഗ്ലോയിങ് ബൾബാണ്. ഇതൊക്കെ സിമ്പിൾസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഡയഗ്രാം വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആർ ട്രൂ ഓർ ഫോൾസ്. കറക്റ്റ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 5 സ്റ്റേറ്റ്മെൻറ്റ് ആണ് തന്നത്. അതിൽ തെറ്റായ ചില സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ തെറ്റായതിനെ നമ്മൾ തിരുത്തണം. ഓക്കെ, ആസിഡ്സ് ആറ് സ്ലിപ്പറി. അത് തെറ്റാണ്. എന്താണ് സ്ലിപ്പറി ആയിട്ടുള്ളത്? ബേസസ് ആറ്
സ്ലിപ്പറി. ബേസസ് ആണ് സ്ലിപ്പറി ആയിട്ടുള്ളത്. ബേസസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അത് ശരിയാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബേസസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. അതേസമയം ആസിഡ് ആണെച്ചാൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. ഇനി അടുത്തത് ഫിനോഫ്തലിൻ ടേൺസ് പിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. അപ്പോൾ ഫിനോഫ്തലിൻ പിങ്ക് ആവുന്നത് പ്രസൻസ് ഓഫ് ആസിഡ് അല്ല, പ്രസൻസ് ഓഫ് ബേസസ് ആണ്. ബേസസിൻ്റെ സ്ഥാനത്തിലാണ് ഫിനോഫ്തലിൻ പിങ്കായി മാറുന്നത്. ദ ആസിഡ് പ്രസൻറ്റ് ബട്ടർ മിൽക്ക് ഈസ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഏതിലടങ്ങിയിട്ടുള്ളതാണ്? വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ആസിഡ് പ്രസൻറ്റ് ഇൻ ബട്ടർ മിൽക്ക് ഈസ് ലാക്റ്റിക് ആസിഡ്. ഇനി ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഫോർ ബേസസ്. ബേസസിൻ്റെ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതാണ്? ടർമറിക് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിലുള്ള സർക്യൂട്ട് നിങ്ങൾ നിരീക്ഷിക്കാനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് ടു ലൈറ്റ് ദ ബൾബ്? ഇപ്പോൾ ഇത് എന്താണ്? ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ? ഇതൊരു കംപ്ലീറ്റ് സർക്യൂട്ടാണോ? അല്ല, ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കാണാം. ഇനി ഏതൊക്കെ മെറ്റീരിയൽസ്, ഇതിൽ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഈ ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ നമുക്ക് ഇതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കാൻ പറ്റും, അതേപോലെ തന്നെ ബൾബ് ലൈറ്റ് ചെയ്യുക എപ്പോഴാണെന്ന്. അപ്പോൾ വാട്ട് ഡു വി കോൾ ദ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? നമ്മൾ പഠിച്ചാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയും? വാട്ട് വി കോൾ, നമ്മൾ കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അതേപോലെ വാട്ട് ഡു വി കോൾ ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? ഇൻസുലേറ്റേഴ്സ്. ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങൾ ഇതേപോലെ പേപ്പർ, റബ്ബർ ബാൻഡ്, സ്റ്റീൽ സ്പൂൺ, പ്ലാസ്റ്റിക് വയർ, നെയിൽ ബ്ലേഡ്, അത്രയാണ് ഇതിൽ തന്നിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തരും, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വരും. കണ്ടക്ടേഴ്സ് ഏതാണ്, ഇൻസുലേറ്റേഴ്സ് ഏതാണെന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതേണ്ടി വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ വീഡിയോ നിങ്ങൾ നല്ലവണ്ണം നോക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിന് നമ്മൾ വിശദമായിട്ട് തന്നെ കണ്ടക്ടേഴ്സും ഇലക്ട്രേഴ്സൊക്കെ ഇൻസുലേറ്റേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീൽ സ്പൂണ്, നെയിൽ ബ്ലേഡ്, ഇതെന്താണ്? ഇത് കണ്ടക്ടേഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്താലേ ഇത് ഗ്ലോ ചെയ്യുള്ളൂ. ഒന്നുകിൽ സ്റ്റീൽ സ്പൂൺ ആവണം, അല്ലെങ്കിൽ നെയിൽ ആവണം, അല്ലെങ്കിൽ ബ്ലേഡ്. ഇതിലൂടെ എന്താണ്? ഇത് കണ്ടക്ടേഴ്സാണ്. അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അതേസമയം പേപ്പർ ഇൻസുലേറ്റേഴ്സാണ്, വൈദ്യുതി കടത്തി വിടില്ല. അതേപോലെ റബ്ബർ ബാൻഡ് വൈദ്യുതി കടത്തി വിടില്ല. സിൽക്ക് വൈദ്യുതി കടത്തി വിടില്ല. ആസ് ഇൻ ദ കേസ് ഓഫ് പ്ലാസ്റ്റിക് വയർ ദാറ്റ് ഈസ് ഓൾസോ ഇൻസുലേറ്റർ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ്. നമ്മൾ പെസ്റ്റ് കൺട്രോളിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചല്ലേ. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോളും അതിന് ഓരോ എക്സാമ്പിളും നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെസ്റ്റ് കൺട്രോൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് ബയോളജിക്കൽ കൺട്രോള്, രണ്ടാമത്തേത് മെക്കാനിക്കൽ കൺട്രോള്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓർഗാനിസംസ് സച്ച് ആസ് ലേഡി ബഗ്സ്, ട്രൊക്കോമ, കളർസ്, ഫ്രോഗ്, സ്പൈഡർ എക്സെട്ര ഫീഡ് ഓൺ പെസ്റ്റ് വിച്ച് ഇൻഫെസ്റ്റ് ക്രോപ്സ്. ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ ഈ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ അതായത് ക്രോപ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പെസ്റ്റ് ഉണ്ടാവും, അതിനെ തിന്നുന്ന ഈ കാലറ്റ്സ്, ഫ്രോഗ്, സ്പൈഡർ എന്നതിനെ വളർത്തുക എന്നതാണ്. അപ്പോൾ ഈ ക്രോപ്സിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും പെസ്റ്റുകൾ, കീടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ഈ ഓർഗാനിസംസൊക്കെ ഭക്ഷണമാക്കും. അപ്പോൾ പിന്നെ ആ കൺട്രോൾ പെസ്റ്റ് തന്നെ അവിടെ ഇല്ലാണ്ടാവും. ഓക്കെ, ഇനി മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ലൈക്ക് എലീനെ പിടിക്കാൻ വേണ്ടി നമ്മൾ പൂച്ചനെ വളർത്തുന്ന പോലെ, അതാണ് ഈ ബയോളജിക്കൽ കൺട്രോൾ. ആ ഒരു ടൈപ്പ് കൺട്രോളിങ് ആണ്. അതായത് കീടങ്ങളെ നശിപ്പിക്കാൻ വേറെ ജീവികളെ വളർത്തുക. ഓക്കെ, ഇനി അടുത്ത മെക്കാനിക്കൽ കൺട്രോൾ. ദിസ് മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് ബൈ റിമൂവിങ് ദ മാനുവലി ഓർ യൂസിങ് ട്രാപ്സ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഫിറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഇത് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ മാനുവലി ഇങ്ങനെ കീടങ്ങളെ ഓരോ ഇല നോക്കിയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫിറമോൺ കണ്ണി പോലെയുള്ള ട്രാപ്സ് വെക്കുക. യൂസിങ് ട്രാപ്സ് കോൾഡ് മെക്കാനിക്കൽ കൺട്രോൾ. ഇങ്ങനെ രണ്ട് കൺട്രോളാണുള്ളത്, ബയോളജിക്കൽ കൺട്രോളും മെക്കാനിക്കൽ കൺട്രോളും.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യമാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ എപ്പികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? എപ്പികൾച്ചർ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് എപ്പികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? റെയറിങ് ഓഫ് ഹണി ബീസ് ആണ്. തേനീച്ചയെ വളർത്തുന്നതിനാണ് പറയാം. അതേപോലെ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് റാബിറ്റ്സിനെ, മുയലുകളെ വളർത്തുന്നതിനാണ് പറയുക. നെക്സ്റ്റ് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുക, റെയറിങ് ഓഫ് സിൽക്ക് വോം. ഇനി പിസികൾച്ചർ എന്ന് പറയുന്നത് റെയറിങ് ഓഫ് ഫിഷിനെ വളർത്തുന്നതിനെയാണ്, മീൻ വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്ത്, ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്ത്, സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ കൃഷി, പിസികൾച്ചർ എന്ന് പറയുന്നത് മത്സ്യം വളർത്തൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആസിഡ് ഹാപ്പൻ ടു സ്പിൽ ഇൻ ദ ഐ ഓഫ് എ സ്റ്റുഡൻറ്റ്, വാട്ട് ഫസ്റ്റ് എയ്ഡ് ഷുഡ് ബി ഗിവൺ? മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? അപ്പോൾ ആസിഡ് നമ്മൾ കൈ കൊണ്ടൊന്നും തൊടാൻ പാടില്ല എന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി ആസിഡ് എങ്ങാനും യാദൃശ്ചികമായിട്ട് ഒരു കുട്ടിയുടെ കണ്ണിൽ വീണു, അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിക്കിൾസ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ റീസൺ എന്താണെന്ന് 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആസിഡ് എങ്ങാനും നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ ശരീരത്തിലോ എങ്ങാനും വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? പോർ കോൾഡ് വാട്ടർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ ഫോർ ലോങ് ടൈം ആസ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ ആ അഫക്റ്റഡ് ഏരിയയിൽ ഒരുപാട് തണുത്ത വെള്ളം അങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ, ദെൻ ടേക്ക് ടു ഹോസ്പിറ്റൽ ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്. ഗുരുതരമാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്, ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? എന്തുകൊണ്ടാണ് അതങ്ങനെയെന്ന്? ലെമൺ, മാംഗോ, ഗൂസ്ബെറി, ബിലിംബി എക്സെട്ര യൂസ്ഡ് ഫോർ മേക്കിംഗ് പിക്കിൾസ് കണ്ടെയ്ൻ ആസിഡ്. ഇപ്പം ലെമണിൽ നമുക്കറിയാം, ലെമണിൽ, മാംഗോയിൽ, ഗൂസ്ബെറി, ബിലിംബിപ്പുളി അതിലൊക്കെ എന്തുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓൾസോ വിനെഗർ ഈസ് ആഡഡ് ടു പിക്കിൾ ഹാസ് പ്രിസർവേറ്റീവ്. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അത് കേടാവാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവാണ് വിനെഗർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അസിറ്റിക് ആസിഡാണ്. ദീസ് ആസിഡ് മേ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹാംഫുൾ പ്രോഡക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു മെറ്റൽസും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ഡേഞ്ചറസ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാവും. ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചു. ദിസ് ആസിഡ് മേ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഹാംഫുൾ പ്രോഡക്റ്റ്. അപ്പോൾ ഈ മെറ്റൽസായിട്ട് റിയാക്ട് ചെയ്ത് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സോ പിക്കിൾസ് ആർ നോട്ട് കെപ്റ്റ് ഇൻ മെറ്റൽ വെസൽസ്. ദാറ്റ് ഈസ് വൈ നമ്മൾ പിക്കിൾസ് ഒന്നും അച്ചാറുകളൊന്നും മെറ്റൽ വെസൽസിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ സ്റ്റെപ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാനറ്റ്സ് ബൈ ദിസ് മെത്തേഡ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇത് ഏത് മെത്തേഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെയറിങ് മെത്തേഡാണ്. ലെയറിങ് മെത്തേഡ്സിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് ഓർഡറിലല്ല, അപ്പോൾ കറക്റ്റ് ചെയ്യണം. ഇത് ലെയറിങ്ങിൻ്റെ സ്റ്റെപ്സാണ്. കവർ വിത്ത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ ദ സോയിൽ. ബ്രാഞ്ച് മുറിച്ച് അത് സോയിലിൽ വെക്കുക. പീൽ ഓഫ് ദ ബാർക്ക് ഇൻ എ സർക്കുലർ ഷേപ്പിൽ അതിൻ്റെ തൊലി മാറ്റുക. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് പ്ലാന്റ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ്. ബ്രാഞ്ച് ഓഫ് പ്ലാന്റ് സെലക്ട് ചെയ്യുക. കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് സ്ലൈറ്റ്ലി മോയ്സ്ചർ മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ ആൻഡ് സോയിൽ. ആ പീൽ ചെയ്ത ഭാഗം കോക്കനട്ട് ഫൈബർ, അതായത് ചകിരിച്ചോറ് കൊണ്ടും സോയിൽ കൊണ്ടും കവർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്. ഇത് ലെയറിങ്ങിൻ്റെ സ്റ്റെപ്സാണ്. ഇത് ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ആദ്യത്തേത് എന്തായിരിക്കും? ആദ്യത്തെ നമുക്കറിയാം, സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് വിച്ച്. ആദ്യം നമ്മൾ എന്തിനാണോ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാന്റിൻ്റെ ബ്രാഞ്ച് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പീൽ ഓഫ് ദ ബാർക്ക് ഇൻ എ സർക്കുലർ ഷേപ്പ്. ആ സെലക്ട് ചെയ്ത ചെടിയുടെ ആ തൊലി ഭാഗം നമ്മൾ സർക്കുലർ ഷേപ്പിൽ പീൽ ഓഫ് ചെയ്യണം. അതാണ് രണ്ടാമത് വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്? എന്നിട്ട് ആ പീൽ ചെയ്ത ഭാഗം നമ്മൾ ചകിരിച്ചോറ് കൊണ്ടും സോയിൽ കൊണ്ടും പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക അല്ലേ.
അത് കവർ ചെയ്യുക. എന്നിട്ട് പിന്നെ നാലാമത് വരുന്നത് കവർ വിത്ത് പോളിത്തീൻ ഷീറ്റ്. പിന്നെ അത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ കാലമല്ല കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേര് വരുമല്ലേ, ആ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത ആ ഭാഗത്ത് വേര് വരും. അപ്പോൾ നമ്മൾ ആ ബ്രാഞ്ചിനെ കട്ട് ചെയ്തിട്ട് മണ്ണിലേക്ക് നടണം. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്.